Good morning, my dear students. Last class we have discussed the particle nature of electromagnetic radiations and the principle involved in that particle nature, that is Planck's quantum theory, black body radiation, and also photoelectric effect. Then problems based on that portion. Today I am starting another portion in this atomic structure, and that's an important portion that is called atomic spectra. Atomic spectra. You have already studied about electromagnetic spectrum. Similarly, there is atomic spectra. That means atom's spectrum. Atomic spectrum. That is the spectra which contains or which represent the spectra which represent the radiation or energy emitted or absorbed by an atom is called atomic spectra. അതായത് radiation or energy emitted by an atom, emitted or absorbed by an atom, അത് കാണിക്കുന്ന സ്പെക്ട്രത്തിനെയാണ് atomic spectra എന്ന് പറയുന്നത്. Different type of spectra is there. Mainly there are 5 types. One is called continuous spectra, discontinuous spectra, absorption spectra, emission spectra, and line spectra. It is ഏറ്റവും important ആയിട്ടുള്ളത് line spectra. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്, ലൈൻ സ്പെക്ട്ര. പക്ഷെ ബാക്കിയുള്ളത് നോട്ട്സിൽ ഞാൻ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ പോവാണ്. ലൈൻ സ്പെക്ട്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദ സ്പെക്ട്ര വിച്ച് കണ്ടെയ്ൻസ് വേവ് ലെങ്ത് ഓഫ് ഓൾ radiations of all wavelength lying in a particular region of spectrum. ഒരു particular region of spectrത്തിൽ കണ്ടുവരുന്ന എല്ലാ വേവ് ലെങ്തും, അത് റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ വേവ് ലെങ്തും, അതിനെ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടാണ് വിബ്ജിയർ. വിബ്ജിയർ is a continuous spectrum. വിബ്ജിയർ GYOR അല്ലേ? ഇതാണ് വിസിബിൾ റീജിയൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിബ്ജിയർ അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. എന്തുകൊണ്ട്? ഈ 7 കളേഴ്സ് ആണ്, 7 കളേഴ്സ് ആണ് ഇവിടെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അപ്പം കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നതാണ്. അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ദ സ്പെക്ട്ര വിച്ച് കണ്ടെയ്ൻസ് ഓൾ വേവ് ലെങ്ത്. Spectra which contains all wavelength lying in a particular region of spectrum. ഒരു സ്പെക്ട്രത്തിന്റെ പെർട്ടിക്കുലർ റീജിയനിൽ കണ്ടുവരുന്ന എല്ലാ വേവ് ലെങ്തും അതിനെയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും, അതില് ഒന്നും മിസ്സൊന്നും ആവില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന, ഇപ്പം എക്സാമ്പിൾ ആണ് വിബ്ജിയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. മനസ്സിലായോ? ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, അത്രയധികം ഇമ്പോർട്ടന്റ് ഒന്നല്ല. രണ്ടാമത്തെ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ തന്നെ ചില വേവ് ലെങ്ത് മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ ചില വേവ് ലെങ്ത് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പറയുക ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. അതായത് VBYR. This is a discontinuous spectrum. എന്തുകൊണ്ട്? ഇതില് ചില വേവ് ലെങ്ത് മിസ്സാകുന്നില്ലേ? ഇൻഡിഗോന്റേത് മിസ്സായിട്ടുണ്ട്, ഗ്രീനിന്റേത് മിസ്സായിട്ടുണ്ട്, ഓറഞ്ചിന്റെ മിസ്സായിട്ടുണ്ട്. ആദ്യത്തേത് കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ്, എല്ലാ കളേഴ്സും അതിലുണ്ട്, കണ്ടിന്യൂസ് ആയി എല്ലാ വേവ് ലെങ്തും അതിൽ കാണാൻ പറ്റും നമുക്ക്. പക്ഷേ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ചില വേവ് ലെങ്ത് മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ ചില വേവ് ലെങ്ത് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്പെക്ട്രത്തിന് പറയുക ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് പറയുക. അപ്പം കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. ഇനി മൂന്നാമത്തതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്?
ഇങ്ങനെ മിസ്സായ വേവ് ലെങ്ത് ഇല്ലേ, ആ വേവ് ലെങ്ത്തിന്റെ പൊസിഷനിൽ ഡാർക്ക് സ്പേസസ്, ഇതേപോലെ ഡാർക്ക് സ്പേസസ് ഉണ്ടാകുക. മിസ്സിംഗ് വേവ് ലെങ്ത് ഉണ്ടല്ലോ, ആ മിസ്സിംഗ് വേവ് ലെങ്തിലൊക്കെ എന്താണ് ഡാർക്ക് സ്പേസസ് വരുന്നുണ്ടെങ്കിൽ ആ സ്പെക്ട്രത്തിന് എന്താ പറയുക, എബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ് പറയുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വേവ് ലെങ്ത് മുഴുവനും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു റീജിയൻ ഓഫ് സ്പെക്ട്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. ചില വേവ് ലെങ്ത് മിസ്സാകുന്നുണ്ടെങ്കിൽ അതിന് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. ഈ മിസ്സിംഗ് വേവ് ലെങ്തിലൊക്കെ ഡാർക്ക് സ്പേസസ് ഫോം ചെയ്താൽ അത് എബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇതിലുണ്ട് എബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇതാണ് ആദ്യത്തെ മൂന്നെണ്ണം, കണ്ടിന്യൂസ് സ്പെക്ട്രം, ഡിസ്കണ്ടിന്യൂസ് ആൻഡ് എബ്സോർപ്ഷൻ. ഇനി ഒന്നുകൂടി ഉണ്ട്, ദാറ്റ് ഈസ് എമിഷൻ സ്പെക്ട്രം. അതായത് ദ സ്പെക്ട്രം വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ വേവ് ലെങ്ത് എമിറ്റഡ് ബൈ എൻ ആറ്റം. The spectrum which indicates the wavelength emitted by an atom. Wavelength emitted by an atom is called emission spectrum. സാധാരണയായിട്ട് ഈ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെന്നാണ് ഈ സ്പെക്ട്രം. നമ്മുടെ സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നൊരു അപ്പാരറ്റസ് ഉണ്ട്. അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില കളേഴ്സ്, ചില ലൈൻസ്, ചില ഡാർക്ക് സ്പേസസ് ഇതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. ചില കളേഴ്സ് മിസ്സാകുന്നുണ്ടെങ്കിൽ, മിസ്സിംഗ് വേവ് ലെങ്ത് വരുന്നുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ മിസ്സിംഗ് വേവ് ലെങ്ത്തിന്റെ സ്ഥാനത്തൊക്കെ ഡാർക്ക് സ്പേസസ് വരുന്നുണ്ടെങ്കിൽ അത് എബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ആറ്റം എനർജി എമിറ്റ് ചെയ്യാണ്, ആ എമിറ്റ് ചെയ്യുന്നത് നമുക്ക് സാധാരണ കാണാൻ സാധിക്കുക, അതിന് എമിഷൻ സ്പെക്ട്രം എന്ന് പറയും. അപ്പൊ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നതാണ് the spectrum which indicates the wavelength emitted by an atom. That is called emission spectrum. ഇപ്പോൾ ഈ ആദ്യത്തെ നാലെണ്ണവും നോട്ടിലുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ വേറെ അധികം അതിനെ പറ്റിയിട്ട് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇനി എടുക്കാൻ പോകുന്നത് ശരിക്കും പഠിച്ചു നോക്കാം. ലൈൻ സ്പെക്ട്രം. എന്താണ് ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ സ്പെക്ട്ര വിച്ച് കണ്ടെയ്ൻസ് ഓൺലി one or a few lines, one or a few lines, and each line corresponds to an electronic transition is what is meant by line spectra. Abam, the spectra which consists of one line or a few lines. ചില സ്പെക്ട്രത്തിൽ ചിലപ്പോൾ ഇതേപോലെ ഒരു ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ലൈൻസ് ഉണ്ടാവും, ഫ്യൂ ലൈൻസ്. സ്പെക്ട്ര വിച്ച് കണ്ടെയ്ൻസ് വൺ ലൈൻ ഓർ എ ഫ്യൂ ലൈൻസ് ആൻഡ് ഈച്ച് ലൈൻ കറസ്പോണ്ട്സ് ടു എൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ലൈൻ സ്പെക്ട്ര. എന്താണ് ഈ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്താ അറിയാം? ഇലക്ട്രോണിക് ട്രാൻസിഷൻ മീൻസ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഇലക്ട്രോൺസ് ക്യാൻ jump from one orbit to another. ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യാൻ ഇലക്ട്രോൺസിന് സാധിക്കും. ഒന്നുകിൽ ഇന്നർ ഓർബിറ്റിൽ നിന്ന് ഔട്ടർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഇന്നർ ഓർബിറ്റിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. അങ്ങനെ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈൻ സ്പെക്ട്രയിലുള്ള ഓരോ ലൈനും എന്തിനെയാണ് കാണിക്കുന്നത്? ഓരോ ഇലക്ട്രോണിക് ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് മൂവ് ചെയ്താൽ അത് ഒരു ലൈന് കൊണ്ടാണ് കാണുക. അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് തിരിച്ചു വരുന്നതാണെങ്കിലോ ഒരു ലൈന് കൊണ്ടാണ് കാണുക.
അപ്പൊ അതിനെയാണ് ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ ലൈൻ സ്പെക്ട്ര? ദ സ്പെക്ട്ര which contains one line or a few lines, and each line corresponds to an electronic transition is what is meant by line spectra. ഇത് ശരിക്കും പഠിച്ചു വെക്കണം. കാരണം പരീക്ഷ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് മെന്റ് ബൈ ലൈൻ സ്പെക്ട്ര, എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. പഠിക്കാനുള്ളതാണ് നമുക്ക്. അപ്പൊ പരീക്ഷ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ലൈൻ സ്പെക്ട്ര, ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് വായിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ശരിക്കും അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. വാട്ട് ഈസ് മെൻ ബൈ ലൈൻ സ്പെക്ട്ര? എന്താണ് ലൈൻ സ്പെക്ട്ര എന്നുകൂടി പറയാം. വാട്ട് ഈസ് മെൻ ബൈ ലൈൻ സ്പെക്ട്ര? ദ സ്പെക്ട്ര വിച്ച് കണ്ടെയ്ൻസ് വൺ ലൈൻ or a few lines, and each line corresponds to an electronic transition is what is meant by line spectra. I think all of you understood. Ini line spectra of elements do not resemble each other. രണ്ട് എലിമെന്റ്സിന്റെ ലൈൻ സ്പെക്ട്ര ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ഓരോ എലിമെന്റ്സിനും ലൈൻ സ്പെക്ട്ര അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ എലിമെന്റിനും ആ ലൈൻ സ്പെക്ട്രയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതുകൊണ്ട് ലൈൻ സ്പെക്ട്ര ഈസ് കൺസിഡേർഡ് ആസ് ഫിംഗർ പ്രിന്റ്സ് ഓഫ് എലിമെന്റ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഐഡന്റിഫിക്കേഷൻ. സാധാരണ നമ്മൾ എന്താ വെച്ചാൽ ഫിംഗർ പ്രിന്റ്സ് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നില്ലേ. ഹ്യൂമൻ ബീയിങ്സിന്റെ ഫിംഗർ പ്രിന്റ് ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ഫിംഗർ പ്രിന്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ മനുഷ്യനും ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഓരോ ആറ്റത്തിനെയും നമുക്ക് ഈ ലൈൻ സ്പെക്ട്ര കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഓരോ എലിമെന്റിന്റെയും ലൈൻ സ്പെക്ട്ര സെപ്പറേറ്റ് ആണ്. ഒരിക്കലും ലൈൻ സ്പെക്ട്ര ഓഫ് ടു എലിമെന്റ്സ് റിസംബിൾ ചെയ്യില്ല, ഒരേപോലെ ആയിരിക്കില്ല. ഒരു എലിമെന്റിന്റെ ലൈൻ സ്പെക്ട്ര മറ്റൊരു എലിമെന്റിന്റെ ലൈൻ സ്പെക്ട്രയിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ലൈൻ സ്പെക്ട്ര ഈസ് കൺസിഡേർഡ് ആസ് ഫിംഗർ പ്രിന്റ്സ്. വൈ ലൈൻ സ്പെക്ട്ര ഈസ് കൺസിഡേർഡ് ആസ് ഫിംഗർ പ്രിന്റ്സ്? ചോദിച്ചതാണ് ആൻസർ. ലൈൻ സ്പെക്ട്ര ഓഫ് ടു എലിമെന്റ്സ് ഡു നോട്ട് റിസംബിൾ ഈച്ച് അതർ. ഈച്ച് എലിമെന്റ് ഈസ് ഹാവിംഗ് എ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ സ്പെക്ട്ര. So line spectra is considered as fingerprints and it helps in the identification of atoms. മനസ്സിലായല്ലായിരിക്കും. ഇതാണ് ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. Now you have to study about the line spectra of hydrogen atom. അതാണ് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. Explain the line spectra of hydrogen atom. How will you explain the line spectra of hydrogen atom? The simplest line spectra is formed by hydrogen atom. Simplest line spectra, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്ത് ഹൈഡ്രജനെ കൊണ്ടാണ്. It is explained with the help of atomic hydrogen. That is, hydrogen atom is having only one electron. And when that electron is in the first orbit, n1 equal to 1, ഒന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ that is called the ground state എന്നാണ് പറയുക. When the electron of hydrogen atom occupies orbit number 1, that is n1 equal to 1, then that electron is in the ground state. When the electron occupies any other orbit, second, third, fourth, fifth, etc., any other orbit, that electron is in the excited state. അപ്പം ഏതൊരു ഇലക്ട്രോണിനും ഈ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ അല്ലെ. ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ഈസ് സെറ്റ് ടു ബി
or electron is said to be in the ground state. Suppose that electron moves to any other higher orbit, then it is called the excited state. Understood? അപ്പം n1 equal to 1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. എങ്ങനെയാണ് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുക? ആ ഇലക്ട്രോൺ എനർജിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ്. എപ്പോഴും ഇലക്ട്രോൺസ് എനർജിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് ഹയർ ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പം എങ്ങനെയാണ് എനർജിനെ അബ്സോർബ് ചെയ്യുക? പഠിച്ചിരുന്ന നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓരോ ക്വാണ്ടം എനർജിയാണ് അബ്സോർബ് ചെയ്യുക. അപ്പൊ ഒരു ക്വാണ്ടം എനർജി അബ്സോർബ് ചെയ്താൽ എന്താ വരിക? ഫസ്റ്റ് ഓർബിറ്റിന് സെക്കൻഡ്, വീണ്ടും ഒരു ക്വാണ്ടം എനർജി അബ്സോർബ് ചെയ്താൽ തേർഡ്, അഗെയിൻ വൺ ക്വാണ്ടം ഫോർത്ത്, ലൈക്ക് ദാറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പം ഒരു ഇലക്ട്രോൺ ഒന്നാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിൽ നിൽക്കുമ്പോൾ അതിന് പറയാം ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആ ഇലക്ട്രോൺ വേറെ ഏതെങ്കിലും ഒരു ഓർബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുക. പക്ഷെ ആ ഇലക്ട്രോൺ ഒരിക്കലും ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ സാധിക്കില്ല. എങ്ങനെയായാലും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ നിൽക്കില്ല, അതിന് തിരിച്ചു വരണം. അപ്പൊ എന്താ ചെയ്യുക? ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തിയ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എത്രത്തോളം എനർജിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടോ അതിനെ എമിറ്റ് ചെയ്യും. ഇപ്പൊ അഞ്ചാമത്തെ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളതെന്ന് വിചാരിക്കുക. അഞ്ചാമത്തെ ഓർബിറ്റിൽ നിന്ന് ഒരു ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്താൽ എന്താവും? നാലാമത്തേലേക്ക് വരും. വീണ്ടും ഒരു ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്താലോ മൂന്നാമത്തേലേക്ക് വരും. വീണ്ടും ഒരു ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്താൽ രണ്ടില്, വീണ്ടും ഒരു ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്താൽ ഒന്നാമത്തെ ഓർബിറ്റിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലേക്ക് പോകുന്നത്. ഹയർ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. അവിടെ നിന്ന് അത് തിരിച്ചു വരും. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? എനർജി എമിറ്റ് ചെയ്തിട്ട്. ആ എനർജി എമിറ്റ് ചെയ്യുന്നതാണ് ലൈൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഒരു ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്താൽ ഒരു ലൈൻ. അങ്ങനെ എത്ര ക്വാണ്ടം എനർജി എമിറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത്. മനസ്സിലാണെന്നോ പറയുന്നത്? അപ്പം ഒന്നുകൂടി പറയാം. അതായത് ഒന്നാമത്തെ ഹൈഡ്രജൻ ആറ്റമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതായത് സിംപ്ലസ്റ്റ് ലൈൻ സ്പെക്ട്രം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെതാണ്. ആ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ ഒന്നാമത്തെ ഓർബിറ്റിലാണെങ്കിൽ അതിനെന്താ പറയാ? ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. പക്ഷെ ആ ഇലക്ട്രോൺ വേറെ ഏതെങ്കിലും ഓർബിറ്റിൽ പോയാലോ അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺ അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇറ്റ് ഹാസ് ടു കം ബാക്ക്. എങ്ങനെയാണ് അത് തിരിച്ചു വരുന്നത്? ബൈ എമിറ്റിംഗ് ദ എനർജി. ആ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് ലൈൻസ് ആയിട്ട് കാണുന്നത്. ദർ ആർ ഡിഫറെന്റ് സീരീസ് ഓഫ് ലൈൻസ് lying in different regions. There are different regions, different series of lines lying in different regions. അപ്പോൾ ധാരാളം ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ലൈൻസ് ഒക്കെ പല റീജിയൻസിലായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ എന്താണ്? വിസിബിൾ റീജിയൻ. ഏതായാലും വിസിബിൾ റീജിയൻ ഉണ്ട്. ആ വിസിബിൾ റീജിയനിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള റീജിയനിൽ എങ്ങനെയാണ് ആ ലൈൻസ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ അസംപ്ഷൻ. അപ്പം ഇവിടെ ഇപ്പോഴും എന്താ വെച്ചാല് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഡിഫറെന്റ് സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. ആ സീരീസ് ഓഫ് ലൈൻസിന് ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിലാണ് ആ ലൈൻസ് ഒക്കെ അറിയപ്പെടുന്നത്. ആ ലൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പറയാ റെയ്ഡ്ബർഗ് ഫോർമുല എന്നാണ്. നെയിം ഓഫ് ദ സയന്റിസ്റ്റ് ആണത്. റെയ്ഡ്ബർഗ് ഫോർമുല. ആൻഡ് റെയ്ഡ്ബർഗ് ഫോർമുല ഈസ് nu bar equal to RH into 1 by n1 square minus 1 by n2 square. ഇത് ഉപയോഗിച്ചാണ്, ഈ ഫോർമുല ഉപയോഗിച്ചാണ്
നമുക്ക് വേവ് നമ്പർ കിട്ടുന്നത്. ആ വേവ് നമ്പർ കിട്ടിയാൽ അതിൽ നിന്ന് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ലൈൻസിന്റെയും വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഫോർമുലയുടെ പേരാണ് റൈഡ്ബർഗ് ഫോർമുല. RYDBRG, റൈഡ്ബർഗ് ഫോർമുല. Understood? And this Rydberg formula, nu bar wave number ആണ്. RH എന്ന് പറയുന്നത് Rydberg constant ആണ്. അതിന്റെ വാല്യൂ ഓർമ്മ വേണം. 109677 centimeter negative 1. That is the formula of, that is the value of Rydberg constant. That is RH. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പഠിക്കേണ്ടതാണ്. Rydberg ഫോർമുല അറിയണം. എല്ലാ ലൈൻസും ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ലൈൻസിന്റെ വേവ് നമ്പർ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണിത്. ഇതിൽ നിന്ന് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ? അതായത് പഠിച്ചാണ് നമ്മൾ λ1/μ². അപ്പൊ ഇതാണ് ഫോർമുല. ഇതിൽ N1 ഉം N2 എന്താണെന്ന് അറിയണം. N1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ N1 N2 നമ്പർ ഓഫ് ഓർബിറ്റ്സ് അല്ലേ? N1 equal to 1, 2, 3, etc. N2 should be greater than N1. If N1 1 ആണെങ്കിൽ N2 should be 2, 3, 4, etc. N1 2 ആണെങ്കിൽ N2 എന്തായിരിക്കണം? 1 ആകാൻ പാടില്ല. N1 2 ആണെങ്കിൽ N2 എത്രയായിരിക്കണം? 3, 4, 5, etc. Like that. അപ്പം ഇതാണ് ഫോർമുല, റൈഡ്ബർഗ് ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ സീരീസിൽ ഉള്ള ലൈൻസിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായത്? Now, what are the different series of lines found in hydrogen spectrum? Hydrogen spectrത്തിൽ കണ്ടുവരുന്ന different series of lines ആണ് നമുക്ക് പഠിക്കേണ്ടത്. That is, the different series of lines obtained in hydrogen spectrum are named after the discoverer. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിലാണ് ഓരോ സീരീസ് ഓഫ് ലൈൻസും നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ആ 5 സീരീസ് ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓർബിറ്റിലേക്ക് ഉണ്ടാകുന്ന, ഇപ്പം നോക്കാം, ഇവിടെ ഡിഫറെന്റ് ലൈൻസ്, ഐ ഹാവ് ഡ്രോൺ ഡിഫറെന്റ് ലൈൻസ് ഹിയർ. നോക്കിക്കോളൂ. N1 equal to 1, N1 equal to 2, N1 equal, ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഓർബിറ്റ്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്. 7 പീരിയഡ്സ് എന്ന് പറയുന്നുണ്ട്. 7 പീരിയഡ്സ് എന്തിനാ കാണിക്കുന്നത്? 7 ഓർബിറ്റ്സിനെയാണ് കാണിക്കുന്നത്. ഈ ഓർബിറ്റ്സ് അത് കഴിഞ്ഞ ഓർബിറ്റ്സ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ ഞാനിവിടെ ഒരു ഇൻഫിനിറ്റി വരെ കൊടുത്തിട്ടുണ്ട്. N1 equal to ഇൻഫിനിറ്റി. കാരണം നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് 7 വരെ നമുക്ക് അറിയാം. 7 ഓർബിറ്റ്സ് വരെ ഉണ്ട്. ഇപ്പോഴത്തെ എലിമെന്റ്സിന്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 7 ഓർബിറ്റ്സ് നമുക്ക് അറിയാം. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ ലൈനും ഓരോ ഓർബിറ്റ്സിനെയാണ് കാണിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിലേക്ക് പോയി, ഹയർ ഓർബിറ്റ്സിലേക്ക് പോയി. ആ ഹയർ ഓർബിറ്റ്സിലേക്ക് പോയ ഇലക്ട്രോൺ തിരിച്ച് ഫസ്റ്റ് ഓർബിറ്റ്, ഒന്നാമത്തെ ഓർബിറ്റിലേക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ N1 equal to 1, N1 equal to 1, നമ്മുടെ റൈഡ്ബർഗ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1/N1² minus 1/N2². അവിടെ N1 1 ആണ്. N2 എന്താ? ഇറ്റ് ക്യാൻ ബി 2, 3, 4, 5, 6, 7, 8, ഇൻഫിനിറ്റി. ഏത് വേണമെച്ചാലാകും. പക്ഷെ എപ്പോഴും എന്താണ്? ഫസ്റ്റ് ഓർബിറ്റിലേക്ക് അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഈ N1 equal to 1 ആണെങ്കിൽ ആ സീരീസിനൊരു പേരുണ്ട്. That is called Lyman series എന്നാണ് അതിന് പറയാം. Lyman series, LYMAN. ഞാൻ നോട്ടിൽ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, നോക്കി വെക്കുക. ഒന്നാമത്തെ N1 equal to 1 ആണെങ്കിൽ ആ സീരീസ് ഓഫ് ലൈൻസിന് പറയാ ലിമാൻ സീരീസ് എന്നാണ്. ഇതേപോലെ N1 equal to 2 ആകാം. N1 2. അപ്പം ലൈൻസ് ഇങ്ങനെയുണ്ട്. സെക്കൻഡ് ഓർബിറ്റിലേക്ക്
ഹയർ ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക്. ഇങ്ങനെ സെക്കൻഡ് ഓർബിറ്റ് n1 ഈക്വൽ ടു 2 ആണെങ്കിൽ ആ സീരീസ് ഓഫ് ലൈൻസിന് പറയുക ബാമർ സീരീസ് എന്നാണ് അതിന് പറയുക. 5 സീരീസ് ആണ് നമുക്ക് അറിയേണ്ടത്. n1 ഈക്വൽ ടു 1 കറസ്പോണ്ട്സ് ടു ലിമാൻ സീരീസ്, n1 ഈക്വൽ ടു 2 കറസ്പോണ്ട്സ് ടു ബാമർ സീരീസ്. ദെൻ തേർഡ്, ഇതേപോലെ തേർഡ് ഓർബിറ്റിലേക്ക് തേർഡ് ഓർബിറ്റ്. ഇങ്ങനെ തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ n1 equal to 3 n1 equal to 3 ആണല്ലോ അല്ലെ. അപ്പൊ n1 equal to 3 മീൻസ് ഇതുപോലെ വരും. n1 equal to 3. യെസ്. ഇത് n1 equal to 1, n1 equal to 2, n1 equal to 3 ആണെങ്കിൽ that series is പാസ്റ്റൺ സീരീസ് എന്നാണ് പറയുക. PASCHEN. നോട്ടിലുണ്ട്. ഇപ്പൊ ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. n1 equal to 1 വന്നു, ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് റിട്ടേൺ ചെയ്തത്. n1 equal to 1. n1 equal to 2 സെക്കൻഡ് ഓർബിറ്റിലേക്ക്. n1 equal to 3 തേർഡ് ഓർബിറ്റ്. അതേപോലെ തന്നെ n1 equal to 4 n1 equal to 4ലേക്ക് n1 equal to 4 അതിന് പറയുക ബ്രാക്കറ്റ് സീരീസ്. n1 equal to 4. Similarly, n1 equal to 5 n1 equal to 5 ആണെങ്കിൽ അതിന് ഫണ്ട് സീരീസ് എന്നാണ് പറയുക. PFUND ആണ്, P സൈലന്റ് ആണ്, ഫണ്ട് സീരീസ് എന്നാണ് അതിന് പറയുക. അപ്പൊ ഇതാണ് 5 സീരീസ് ഓഫ് ലൈൻസ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കണ്ടുവരുന്ന 5 സീരീസ്. ഓരോ സീരീസും ഓരോ സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ആ സയന്റിസ്റ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വിൽ ബി ലൈക്ക് ദിസ്. അത് ഡിഫറെന്റ് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഡിഫറെന്റ് റീജിയൻസിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ ലിമാൻ സീരീസ്, ബാമർ പേര് ഓർമ്മ വേണം. There are 5 series of lines in hydrogen spectrum, and these series are n1 equal to 1 corresponds to Lyman, n1 equal to 2 corresponds to Balmer, n1 equal to 3 corresponds to Paston, n1 equal to 4 corresponds to Brackett, and n1 equal to 5 corresponds to Fund series. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് ഹൈഡ്രജനിലുള്ളത്. ഈ സീരീസ് ഓഫ് ലൈൻസ് ഒക്കെ എവിടെയാണ് ഉണ്ടാകാൻ നോക്കാം നമുക്ക്. ഈ ലിമാൻ സീരീസ് ഈസ് നോട്ട് വിസിബിൾ. ഇറ്റ് ലൈസ് ഇൻ അൾട്രാ വയലറ്റ് റീജിയനിലാണ് ഈ ലിമാൻ സീരീസ് ഉണ്ടാകുന്നത്. അത് അറിയണം. The only series which is visible is Balmer series. Balmer സീരീസിന് വിസിബിൾ റീജിയനിലാണ്. ബാമർ സീരീസ് മാത്രമേ ഇതിൽ കാണാൻ കഴിയുള്ളൂ. ബാമർ സീരീസ് വിസിബിൾ റീജിയനിൽ. ബാക്കിയുള്ള പാസ്റ്റൺ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്, they are all in the infrared region. ഇതൊക്കെ എന്താ വെച്ചാല് കൂടുതലായിട്ട് നമ്മുടെ ഇതില്ല. ഇത് മനസ്സിലാക്കി വെക്കേണ്ട റീജിയൻ ഓർമ്മ വേണം. അതായത് 5 സീരീസ് ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി എഴുതാൻ പറഞ്ഞ് ഇത് കാണിക്കണം. There are 5 series of lines in hydrogen spectrum. Which are they? എന്താണ്? n1 equal to 1 corresponds to Lyman. n1 equal, and that lies in ultraviolet region. n1 equal to 2 corresponds to Balmer, and that is in visible region. n1 equal to 3 corresponds to Paston. It is in infrared. n1 equal to 4 corresponds to Brackett series. It also is in infrared. And n1 equal to 5, that is called Fund series, and that also is in infrared. Understood? And now, Balmer showed that if
the spectral lines are expressed in terms of wave number, in terms of wave, നോട്ടിലിന്റെ വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിനൊന്ന് എഴുതിയിട്ട് പഠിച്ചാൽ മതി. അപ്പൊ സ്പെക്ട്രൽ ലൈൻസിന്റെ വേവ് നമ്പർ കാണാൻ റെയ്ബർഗ് in hydrogen spectrum, the wave number of the spectral series can be calculated using the formula nu bar is equal to RH into 1 by 2 square minus 1 by N2 square. എന്തായിരുന്നു ജനറൽ ഫോർമുല? RH into 1 by N1 square minus 1 by N2 square. പക്ഷേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ബാമർ സീരീസ് ആണ് വിസിബിൾ. അപ്പൊ അതിന്റെ സ്പെക്ട്രൽ സീരീസ് കാണണമെങ്കിൽ N1 equal to 2 അല്ലേ അവിടെ ബാമർ സീരീസിൽ? N1 equal to 2 ആണ്. അപ്പൊ 1 by 2 square minus 1 by N2 square, where N2 equal to 3, 4, 5, etc. But this is what is meant by the wave number, and this series is known as ബാമർ സീരീസ് എന്നാണ് ഇതിന് പറയുക. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ എന്താ പറയുക? ബാമർ സീരീസ് എന്നാണ്. അതായത് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം ദ വേവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം, അതായത് ദ സ്പെക്ട്രൽ ലൈൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ, and that formula is nu bar equal to RH into 1 by 2 square minus 1 by N2 square, where N2 should be greater than 2, that is 3, 4, 5, etc. And this equation is what is meant by, or this formula is what is meant by ബാമർ സീരീസ് എന്ന് പറയും. ബാമർ സീരീസ്. അപ്പൊ ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ എന്താ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദ സിംപ്ലസ്റ്റ് ലൈൻ സ്പെക്ട്ര ഇസ് ഫോംഡ് ബൈ ഹൈഡ്രജൻ, അതൊക്കെ പറയാം. അതിനുശേഷം there are 5 series of lines in hydrogen spectrum. They are compared to N1 equal to 1 Lyman series, N1 equal to 2 Balmer series, N1 equal to 3, like that. ആ സീരീസ് കൂടി പറഞ്ഞേക്കാം. ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വരച്ച് ഞാൻ കാണിച്ചെന്നാണ് എങ്ങനെയാണ് ഈ സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടാകുന്നത്. ഇതാണ് ഈ ലൈൻസ് ഉണ്ടാകുന്നത്. ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ താഴോട്ടേക്ക് വരുന്നതാണ് ലൈൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഇതിൽ സിമ്പിൾ പ്രോബ്ലംസ് ചില സമയം ചോദിക്കും. അപ്പൊ 1-2 പ്രോബ്ലംസ് ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൂടി ഇന്നിപ്പോ നമുക്ക് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ അതങ്ങോട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് നമ്പർ ഒക്കെ ഓരോ സീരീസിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം ഒരു ട്രാൻസിഷൻ തന്നു കഴിഞ്ഞാൽ കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. ഇൻ എ ഹൈഡ്രജൻ ആറ്റം, ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഇൻ എ ഹൈഡ്രജൻ ആറ്റം ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം third orbit to the first orbit. Find the wavelength of the spectral line. Third orbitil നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. ആ സ്പെക്ട്രൽ ലൈനിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഈസ് ലാംഡ. ഇത് കാണണം. പക്ഷെ നമുക്ക് ലാംഡ നേരിട്ട് കാണാൻ പറ്റില്ല. സ്പെക്ട്രൽ ലൈൻസിന്റെ എന്തേ കാണാൻ പറ്റുള്ളൂ? വേവ് നമ്പറേ കാണാൻ പറ്റുള്ളൂ. വേവ് നമ്പറിൽ നിന്നാണ് നമുക്ക് എന്ത് കാണേണ്ടത്? വേവ് ലെങ്ത് കാണേണ്ടത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ വേവ് നമ്പർ കാണണമെങ്കിൽ എന്താ ഫോർമുല? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH into 1 by N1 square minus 1 by N2 square. What is RH? RH എത്രയാ? 10,9,677 സെന്റിമീറ്റർ -1. ഈ വാല്യൂ ഓർമ്മ വേണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ തരും. എന്നാലും നമുക്ക് അഥവാ തന്നിട്ടില്ലെങ്കിൽ ഈ ഫോർമുല 10,9,677. That is the value for H. What is N1? N1 ഏതാണ് ഇവിടെ? ട്രാൻസിഷൻ തന്നിട്ടുണ്ട് തേർഡ് ഓർബിറ്റ് ടു ഫസ്റ്റ് ഓർബിറ്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് N1 കുറവായിരിക്കും, N2 കൂടുതലായിരിക്കും. ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട. N1 എപ്പോഴും കുറവാണ്. അപ്പൊ ഇവിടെ ഏതാണ്? തേർഡ് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ N1 equal to 1 and N2 equal to 3. That is the transition. Now we can calculate nu bar is equal to
10677 into 1 by 1 square minus 1 by 3 square. 1 by n1 square. 1 by 1 square. Or 10677 into 1 minus 1 by 1 square means 1 by 1. 1 by 1 is 1. Minus 1 by 3 square. 3 square is 9. That's equal to 10677 into 1 minus 1 by 9. 1 minus 1 by 9 is 9 minus 1 by 9, that is 8 by 9. That you can calculate. That is the wave number. The wave number is 97490.6 centimeter negative 1. The calculator ഉപയോഗിച്ച് കാണാം 97490.6 centimeter negative 1. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് കിട്ടി നമുക്ക്? വേവ് നമ്പർ കിട്ടി. ഇനി എന്താ വേണ്ടത്? വേവ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് വേവ് ലെങ്ത്? 1 by വേവ് നമ്പർ. റെസിപ്രോക്കലോ വേവ് നമ്പർ ആണ് അല്ലേ? വേവ് ലെങ്ത് ന്യൂ ബാർ is equal to 1 by lambda. അപ്പോൾ lambda equal to 1 by ന്യൂ ബാർ. That's equal to 1 by 97490.6 centimeter negative 1. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1.025 into 10 raised to minus 5 centimeter. Centimeter into millimeter. That is what's meant by lambda or wavelength. Understood? But this is what is meant by the calculation of wave number. Sometimes you may be asked to find the wave number, and sometimes you may be asked to find the wavelength. If wavelength is to be calculated, you have to use the formula wavelength equal to 1 by nu bar, 1 by wave number. അത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഒരു ടൈപ്പിലുള്ള പ്രോബ്ലം. മനസ്സിലായില്ലേ? One more type of the problem you have to do. ഒരു ടൈപ്പ് കൂടി ഉണ്ട് പ്രോബ്ലം. അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അതുകൂടി ചെയ്യാം. അതായത് in the atomic spectrum of hydrogen, the wave number of the limiting line of a series, wave number of the limiting line of a series is found to be 27,419.25 centimeter negative 1. 27,419.25 centimeter negative 1. To which series the line belongs to? ഇവിടെ ഏത് സീരീസിലാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയും ചോദിക്കാം. നേരത്തെ നിങ്ങൾക്ക് ട്രാൻസിഷൻ തന്നിരിക്കുന്നത് അല്ലേ? അതായത് തേർഡ് ഓർബിറ്റ് ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഏത് ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ നടന്നത്? ടു വിച്ച് സീരീസ്? സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ N1 ലിമാൻ സീരീസിലായിരിക്കും അല്ലെ? N1 = 2 ആണെങ്കിലോ ബാമോ സീരീസ് ആയിരിക്കും. അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഫോർ ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എനി സീരീസ്, അതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാ. ഇൻ ദ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ദ വേവ് നമ്പർ ഓഫ് ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സീരീസ്, ദ വേവ് നമ്പർ ഓഫ് limiting line of a series is given. Wave number is given. Understood? അപ്പം സാധാരണയായിട്ട് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഫോർ ദ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എനി സീരീസ് N2, ഇത് മനസ്സിലാക്കുക. ലിമിറ്റിംഗ് ലൈൻ ഓഫ് എനി സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല N2 ഇൻഫിനിറ്റി ആണ്. ലിമിറ്റിംഗ് ലൈൻ ഓഫ് എനി സീരീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മിക്കുക N2 ഇൻഫിനിറ്റി ആണ്. അല്ലെങ്കിൽ നമ്മളോട് പറയും തേർഡ് ഓർബിറ്റ് ഫസ്റ്റ്, അപ്പൊ N2 3, N1 1. ഇവിടെ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സീരീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ലിമിറ്റിംഗ് ലൈൻ ഓഫ് എ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ ഇല്ല. അതിന്റെ എന്താണ് എപ്പോഴും ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുക. അപ്പൊ N2 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്താ വരിക? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു 1 by N1 സ്ക്വയർ മൈനസ് 1 by N2 സ്ക്വയർ.
RH. What is RH? RH is 10,9,677 centimeter negative 1. N1 to be calculated. Series N1 the value അറിയണം. N2 എന്താണ്? For limiting series of any line, N2 is infinity. And new bar is given. New bar എത്രയാണ്? 27,419.25. These are all points given. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേണ്ട വരിക. New bar 27,419.25 equal to RH. RH എന്താണ്? RH is 10,9,677 into 1 by N1 square minus 1 by N2 is infinity. അപ്പം minus 1 by infinity square. 1 by infinity എന്ന് പറഞ്ഞാൽ 0 ആണത്. So this is 27,419.25 equal to 10,9,677 into 1 by N1 square. 1 by infinity എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആണ്. അപ്പോൾ 1 by N1 square minus ഇതെന്തായി മാറും? 0. ഇങ്ങനെയാണ് വരിക. 1 by N1 square minus 0. Or this is equal to 27,419.25 equal to 10,9,677 into 1 by N1 square. You can cross multiply now. Cross multiply എന്താ വരിക? 27,419.25 N1 square equal to. So cross multiply. So ഇവിടെ എന്താ വരിക? 10,9,677 into 1. That's all. So what is N1 square? What is N1 square? N1 square is equal to 10,9,677 by 27,419.25. But N1 square is മനസ്സിലാക്കണേ. സ്പീഡിലായി പോകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടല്ലേ? N1 square is equal to 10,9,677 by 27,419. ഇത് സിംപ്ലിഫൈ ചെയ്താൽ N1 square equal to ഇത് സിംപ്ലിഫൈ ചെയ്താൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താൽ 4 ആണ് കിട്ടുക. അപ്പൊ N1 square equal to 4. അപ്പം N1 square equal to 4 എന്ന് പറഞ്ഞാൽ 2 square എടുത്തൂടെ? N1 square equal to 2 square. So what is N1? That is equal to 2. N1 2 ആണെങ്കിൽ ഏതാണ് സീരീസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. N1 equal to 1 ആണെങ്കിൽ ലിമാൻ, N1 equal to 2 ആണെങ്കിലോ ബാമർ. അപ്പൊ ഈ സീരീസ് ഏത് റീജിയനിലാണ് ഉള്ളത്? ബാമർ സീരീസിലാണ് വരിക. അപ്പം so the line belongs to ബാമർ സീരീസ്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് വരും. ഒന്ന് ട്രാൻസിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻ തരും. മറ്റേ ട്രാൻസിഷൻ തരാതെ വേവ് നമ്പർ തന്നിട്ട് ഏത് സീരീസിലാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഞാൻ ഇതിൽ തന്നിട്ടുണ്ട്. ഇതില് നിങ്ങൾ നോട്ടിൽ തന്നിട്ടുണ്ട്. ആ നോട്ട് വളരെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പഠിച്ചു നോക്കുക. എന്നാൽ മാത്രമേ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇന്ന് തന്നെ എഴുതണം, ഇന്ന് തന്നെ എഴുതിയിട്ട് ഇന്ന് തന്നെ പഠിച്ചു വെക്കണം. Then only you can understand all these points. So that's all. I am stopping the class today. That's all. All the best and thank you very much.